അവിടെ 9ാമത്തെ ചോദ്യം ചോദിക്കട്ടെ. മുഅ്ജിസത്ത് കറാമത്ത് യഥേഷ്ടം എങ്ങനെയും എവിടെ ഉപയോഗിക്കാനുള്ള സ്വതന്ത്രമായ കഴിവ് നൽകപ്പെട്ട കാര്യമാണ് എന്ന് നിങ്ങൾ ധാരാളം സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ഫതവ മുഹ്യിസുന്നയിൽ പൊന്മള മുസ്ലിം എഴുതിയിട്ടുണ്ട്. അതേ പ്രസുരത്തിൽ നിങ്ങൾ സുലൈമാൻ സഖാഫി എഴുതിയിട്ടുണ്ട്. വടകര വലിയുല്ലാഹി മുഹമ്മദ് ഹാജി എന്ന പുസ്തകത്തിൽ വളരെ വിശദമായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സാമ്പിളിന് വായിക്കാം. പ്രവാചകന്മാരുടെ ഉദ്ദേശത്തിനും ഇച്ഛക്കും അനുസരിച്ച് മുഅ്ജിസത്തുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നത് പോലെ ഔലിയാക്കളുടെ ഉദ്ദേശത്തിനനുസരിച്ച് കറാമത്തും പ്രകടിപ്പിക്കാൻ കഴിയും. ഇതിന് നിരവധി തെളിവുകളുണ്ട്. ഇത് നിങ്ങൾ എഴുതിയിരിക്കുന്നു. ഇത് ഷിയാക്കളുടെ വാദമാണ്. അഹ്ലുസുന്നക്ക് പരിചയമില്ല. അതുകൊണ്ട് ഈ മുഅ്ജിസത്ത് കറാമത്ത് ഇങ്ങനെ യഥേഷ്ടം എപ്പോഴും എവിടെയും കാണിക്കാനുള്ള കഴിവാണ് എന്ന് നിങ്ങൾ എഴുതിയല്ലോ. ഇത് തന്നെയാണോ നിങ്ങളുടെ ഔദ്യോഗികമായ ആശയം? അതല്ല, അതിന് വല്ല മാറ്റമുണ്ടോ എന്ന് നിങ്ങൾ പറയേണ്ടതുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. സഹോദരന്മാരെ, ഇതിൻ്റെ ഭാഗം തന്നെയാണ് അദൃശ്യകാര്യം അറിയുക, ഇൽമുൽ ഗൈബ്. അദൃശ്യകാര്യം അറിയുക ഹുസൈൻ സൈഫി വിശദമായി പറഞ്ഞ കാര്യമായിരുന്നു. അൽഹംദുലില്ലാഹ് വേഗം മുഖാമുഖത്തിന് അതിലും മാറ്റമുണ്ട്. സ്വതന്ത്രമായി എല്ലാ ഇൽമുൽ ഗൈബും അങ്ങനെയൊന്നുമില്ല. അതിലൊക്കെ ചില പരിമിതിയുണ്ട്, ചില പരിധിയുണ്ട് എന്നൊക്കെയുള്ള രൂപത്തിലേക്കാണ് ഇപ്പം കാര്യങ്ങളൊക്കെ പോണത്. യഥേഷ്ടം അറിയൂല എന്ന് അൽഹംദുലില്ലാഹ് ഇപ്പം പറയാം. എന്നാലും അത് പറയുമ്പോഴും മുജാഹിദീങ്ങളെ മേലെ ഒന്ന് കുതിര കയറാൻ നോക്കുകയാണ്. എന്താ മുജാഹിദീങ്ങൾ വല്ല ആൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ത് ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ട് അദ്ദേഹം ലൗഹുൽ മഹ്ഫൂദ് വായിക്കലുണ്ട് എന്ന് ശൈഖുൽ ഇസ്ലാമിൻ്റെ പേരിൽ ഇല്ലാത്ത കഥ പറയാൻ കൂടി ധൈര്യം കാണിക്കുന്നു. നമ്മൾ മുമ്പ് വിശദമായി കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ തബ്ലീഗ് ജമാഅത്തിന് നടത്തിയ മുഖാമുഖത്തിന് തബ്ലീഗയുടെ മുഫ്തി ഔദ്യോഗികമായി വന്ന് ഈ വിഷയം ഉന്നയിക്കുകയും അവിടെ വളരെ വിശദമായി നാം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. ആ ഭാഗം കേട്ടാൽ മനസ്സിലാകുമെന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അവസാനമായൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ലൗഹുൽ മഹ്ഫൂദ് വായിച്ചിട്ടുണ്ട്, അത് വായിക്കാറുണ്ട്, വായിച്ച് പറയാറുണ്ട് എന്നൊക്കെയാണ് ഇബ്നു ഖയ്യിമിൻ്റെ പേരിൽ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് കിതാബിൽ നിങ്ങളെ വക കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങളിവിടെ അവതരിപ്പിച്ചത് എങ്കിൽ അവിടെ ചോദിക്കുന്നു, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ലൗഹുൽ മഹ്ഫൂദ് വായിക്കാറുണ്ട് എന്നും വായിച്ചു പറയാറുണ്ട് എന്നും ഒക്കെ പറഞ്ഞ ആ ഭാഗം നിങ്ങൾക്ക് കാണിക്കാമോ എന്നാണ് 11ാമത്തെ ചോദ്യം. സഹോദരങ്ങളെ, എന്തായിരുന്നാലും അഹ്ലുസുന്നയുടെ നയം എന്താണോ ആ നയത്തിൽ നിന്ന് ബഹുദൂരം പിറകോട്ട് പോയി ഷിയാക്കളുടെ ആശയം ഏറ്റെടുക്കുകയും ആ ആശയത്തെ അഹ്ലുസുന്നയുടെ ആശയമായി പരിചയപ്പെടുത്തുകയുമാണ് ഇവിടെ പ്രസംഗിച്ച ആളുകൾ അലവി സഖാഫി അടക്കമുള്ളവർ ചെയ്തിട്ടുള്ളത്. അതിന് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ മറപിടിക്കുവാൻ, ഹദീസുകളെ മറപിടിക്കുവാനാണ് അവർ ശ്രമിച്ചത്. ഉന്നയിക്കപ്പെട്ട ഹദീസുകളാവട്ടെ പറഞ്ഞ വിഷയവുമായി യാതൊരു ബന്ധവുമുള്ളതല്ല. അതല്ലെങ്കിൽ സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടതല്ല. ദുർബലമായ കഥകളാണ്, നിർമ്മിതമായ കഥകളാണ്. ഇമാമിങ്ങളെ ആരൊക്കെയോ പറഞ്ഞു പ്രചരിപ്പിച്ച കെട്ടിച്ചമച്ച കഥകളാണ് തെളിവായി കൊണ്ടുവന്നത്. അത് പോരാ. അഖീദ സ്വീകരിക്കാൻ വിശുദ്ധ ഖുർആനിന്റെ വ്യക്തമായ അധ്യാപനം വേണം, പ്രവാചകന്റെ വ്യക്തമായ അധ്യാപനങ്ങൾ വേണം. ഈ പ്രമാണങ്ങൾ പിൻബലമില്ലാതെ എന്തിനാ സഹോദരങ്ങളെ ഈ തെറ്റായ നയം സമുദായത്തിൽ പ്രചരിപ്പിക്കുന്നത്? നിങ്ങൾക്കൊരു പക്ഷേ ദുനിയാവിൽ അതുകൊണ്ട് ലാഭമുണ്ടായേക്കാം, പക്ഷേ അതിനപ്പുറത്ത് പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇതിനൊക്കെ കൃത്യമായി ഉത്തരം പറയേണ്ടി വരുമെന്ന ആ ബോധമെങ്കിലും ഉണ്ടാകണേ എന്നാണ് ഗുണകാംക്ഷയോടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. തീർത്തും ഗുണകാംക്ഷയോടാണ് കാര്യങ്ങൾ സംസാരിച്ചത്. പരിഹസിക്കാതിരിക്കാൻ, അന്യായമായ പദം പ്രയോഗിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് തന്നെ ഒരു ഖണ്ഡനം നടക്കട്ടെ. നിങ്ങൾ ഇനിയും വരണം, അലവി സഖാഫിയെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അദ്ദേഹം തന്നെ വരട്ടെ. എന്നിട്ട് അങ്ങനെ ഒരു ഖണ്ഡനം ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോകാം. പ്രമാണങ്ങൾ മാറ്റുരയ്ക്കട്ടെ, കിതാബുകൾ തമ്മിൽ മാറ്റുരയ്ക്കട്ടെ, ആളുകൾ കേൾക്കട്ടെ. സമാധാന അന്തരീക്ഷത്തിൽ സ്വസ്ഥമായി എല്ലാവരും കേട്ട്, ആളുകൾ എല്ലാം കേട്ട് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. ആളുകൾ പഴയ കാലത്തെ പോലെയൊന്നുമല്ല. ഇന്ന് ആളുകൾക്ക് സോഷ്യൽ മീഡിയ സംവിധാനമുണ്ട്. ആളുകൾക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ മാത്രമുള്ള പക്വതയും പാകതയുമുണ്ട്. പഴയ കാലത്തെ പോലെ ഒന്നും തിരിയാതെ കേട്ടതെല്ലാം വിശ്വസിച്ചു പോകുന്നതൊക്കെ ആ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗുണകാംക്ഷയോടെ നമുക്ക് ഈ പ്രോഗ്രാം ഇങ്ങനെ പരമ്പരയായി മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ.